പ്രമേഹത്തിൻ്റെ ചികിത്സയിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം മരുന്നാണ് SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ SGLT2 ഇൻഹിബിറ്റർ? എങ്ങനെയാണ് ഈ മരുന്ന് പ്രവർത്തിക്കുന്നത്? ഇതുകൊണ്ടുള്ള പാർശ്വഫലങ്ങൾ എന്ത്? ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നീ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി സംസാരിക്കുന്നത്. ഒരു ദിവസം കിഡ്നി ഫിൽട്ടർ ചെയ്യുന്ന രക്തത്തിൻ്റെ അളവ് ഏതാണ്ട് 180 ലിറ്ററോളമാണ്. അതായത് 180 ലിറ്റേഴ്സ്. എത്ര വലിയ അളവിലാണ് കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നത് എന്നുള്ളൊരു ഏകദേശ ധാരണ ഇപ്പോൾ കിട്ടിക്കാണുമല്ലോ. ഈ ഫിൽട്ടർ ചെയ്യുന്നതിനോടൊപ്പം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ 180 ഗ്രാം ഓളം ഗ്ലൂക്കോസും കിഡ്നി ഫിൽട്ടർ ചെയ്യും. ഈ ഫിൽട്ടർ ചെയ്യുന്ന ഗ്ലൂക്കോസിൻ്റെ 99.5% കിഡ്നി തന്നെയാണ് തിരിച്ച് മൂത്രമായി മാറുന്നതിന് തൊട്ട് മുമ്പേ തന്നെ തിരിച്ച് വലിച്ച് രക്തത്തിലേക്ക് എടുക്കുന്നത്. 180 ഗ്രാം എന്ന് പറയുമ്പോൾ അത്യാവശ്യം വളരെ വലിയ ഒരു അളവാണ്. അത്രത്തോളം ഗ്ലൂക്കോസ് മൂത്രത്തിലേക്ക് എത്തുകയും എന്നാൽ അവയെ തിരിച്ച് കിഡ്നി തന്നെ വലിച്ചെടുക്കുകയും ചെയ്യുകയാണ് സാധാരണ ഒരു ആരോഗ്യമുള്ള ഒരാളിൽ സംഭവിക്കുന്നത്. ഇവയെ ഇങ്ങനെയുള്ള ഒരു പ്രക്രിയയെ നാം ഗ്ലൂക്കോസ് റീഅബ്സോർപ്ഷൻ എന്നാണ് പറയുന്നത്. അതായത് 99.5% ഉള്ള ഗ്ലൂക്കോസിനെയും കിഡ്നി തിരിച്ചു പിടിക്കും. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 180 മില്ലിയിൽ കൂടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഈ തിരിച്ചു പിടിക്കുന്നതിൽ ഒരു ഇളവ് സംഭവിക്കും. അത് കാരണം മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിത്തുടങ്ങും. സാധാരണഗതിയിൽ 180 മേളിൽ ആയാൽ മാത്രമേ മൂത്രത്തിൽ കൂടെ ഗ്ലൂക്കോസ് പുറത്തു പോകും. എന്നാൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് റീനൽ ഗ്ലൈക്കോസ്യൂറിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ 180 വരെ ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിൽ എത്തുന്നതിന് മുമ്പും മൂത്രത്തിൽ കൂടെ ഗ്ലൂക്കോസ് പുറന്തള്ളപ്പെടും. ഈ ഒരു പ്രക്രിയ, അതായത് ഈ കിഡ്നി തിരിച്ച് ഗ്ലൂക്കോസിനെ രക്തത്തിലേക്ക് പിടിച്ചെടുക്കുന്ന ആ അവസ്ഥയെ, ആ പ്രക്രിയയെ തടയുന്ന തരത്തിലുള്ള മരുന്നുകളാണ് SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രക്രിയയ്ക്ക് തടസ്സം വരികയും കൂടുതൽ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിൽ കൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഏകദേശ കണക്ക് ഞാൻ പറഞ്ഞു, 180 ഗ്രാം വരെ ഓരോ ദിവസവും കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ശതമാനം തിരിച്ചു പിടിക്കാതെ മൂത്രത്തിൽ കൂടെ പുറന്തള്ളുന്നത് കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചു. കഴിഞ്ഞ 8 കൊല്ലങ്ങളായി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, ലഭ്യമായിട്ടുള്ള മരുന്നാണ് ഇവ. ഈ മരുന്ന് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനാഗ്ലിഫോസിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്, ഡാപ്പഗ്ലിഫോസിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്, അതുപോലെ തന്നെ എംപഗ്ലിഫോസിൻ എന്ന് പറയുന്ന തരത്തിലുള്ള മരുന്ന്. ഈ മരുന്നുകൾക്കെല്ലാം ഉള്ള ഗുണങ്ങൾ, അതാണ് പ്ലിയോട്രോപിക് എഫക്റ്റ് എന്ന് പറയുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിനെ കുറയ്ക്കുന്നത് മാത്രമല്ല, പല വലിയ പഠനങ്ങൾ പോലും ഹൃദയ സംബന്ധമായി ബുദ്ധിമുട്ടുള്ളവർ, ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്ക്, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായി അസുഖമുള്ളവർ ഈ മരുന്ന് ഉപയോഗിക്കുന്നത് കാരണം ഹാർട്ട് ഫെയിലിയർ കാരണം അഡ്മിഷൻ, അതായത് ആശുപത്രിയിൽ അഡ്മിഷൻ ആകേണ്ട ഇട വരുന്നില്ല എന്നുള്ളതും, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് അതിൻ്റെ പ്രോഗ്രഷൻ, അതിൻ്റെ മുന്നോട്ടുള്ള ഒരു പോക്ക് തടയാനും പറ്റുന്നതായി ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമായി തന്നെ തെളിയിച്ചിട്ടുണ്ട്. പോരാഞ്ഞിട്ട് നമ്മുടെ അനുഭവങ്ങളിൽ തന്നെ പല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പേഷ്യൻസിനും ഈ മരുന്നുകൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നത് കാരണം ആശുപത്രിയിൽ അഡ്മിറ്റാകാതെയും കിഡ്നിയുടെ പ്രവർത്തനം മോശമാകാതെയും നോക്കാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഇവയൊക്കെയാണ് ഗുണങ്ങളെങ്കിലും ഈ തരം മരുന്നുകൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളും അനവധിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ദോഷങ്ങളെന്ന് നമുക്ക് നോക്കാം. ദോഷങ്ങളിൽ പ്രധാനമായിട്ടുണ്ടാകുന്നത് മൂത്രത്തിൽ കൂടെ ധാരാളം പഞ്ചസാര പോകുന്നത് കാരണം, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പോകുന്നത് കാരണം മൂത്രത്തിൽ അടിക്കടെ യൂറിനറി ഇൻഫെക്ഷൻ അനുഭവപ്പെടാം. അതൊരു വലിയ ബുദ്ധിമുട്ടായി തന്നെ പലപ്പോഴും അനുഭവപ്പെടുകയും ചെയ്യാം. ഇതിനോടൊപ്പം ധാരാളമായി ഫംഗൽ അഥവാ പൂപ്പൽ കാരണമുണ്ടാകുന്ന അണുബാധയും, തത്ഫലമായി ചൊറിച്ചിൽ, ചുവന്ന് തടിക്കുക, പ്രധാനമായും പൂപ്പൽ പിടിക്കുന്ന കണക്കിനുള്ളതായ മാറ്റങ്ങളെല്ലാം ധാരാളമായി കാണുന്നു. കൂടുതലും സ്ത്രീകളിലാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നത്. അടുത്ത ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അടുത്ത പാർശ്വഫലമായി നമുക്ക് പറയുന്നത് ശരീരത്തിൽ ജലാംശം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ശരീരത്തിൽ ജലാംശം കുറഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കുഴപ്പം ഗ്ലൂക്കോസ് മൂത്രത്തിൽ കൂടെ പോകുന്നതിനോടൊപ്പം കൂടുതൽ വെള്ളവും മൂത്രത്തിൽ കൂടെ പോവുകയാണ്. അത് കാരണം ശരീരത്തിൽ ജലാംശം കുറഞ്ഞു പോകും. വേറെ ഒരു പാർശ്വഫലമുള്ളത് യൂഗ്ലൈസീമിക് കീറ്റോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. യൂഗ്ലൈസീമിക് കീറ്റോസിസ് എന്ന് പറഞ്ഞാൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാതെ തന്നെ
രക്തത്തിൽ കീറ്റോൺ ബോഡീസിൻ്റെ അളവും മൂത്രത്തിലും കീറ്റോൺ ബോഡീസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ. ഈ ഒരു അവസ്ഥ കാണുന്നത് പ്രധാനമായ കാരണം ഈ SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഇവ ഈ തരത്തിലുള്ള യൂഗ്ലൈസിമിക് കീറ്റോസിസ് ഉണ്ടാകുന്നത് മരുന്ന് നിർത്തിയാൽ പോലും 2 മുതൽ 3 ആഴ്ച വരെ യൂഗ്ലൈസിമിക് കീറ്റോസിസ് തുടരാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി SGLT2 ഇൻഹിബിറ്റേഴ്സ് ഉപയോഗിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് തലചുറ്റലും തലകറക്കലും നാക്കുണക്കും പോലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാമെങ്കിലും പ്രധാനമായും മനസ്സമാധാനം കെടുത്തുന്ന ഒരു ബുദ്ധിമുട്ട് മൂത്രത്തിൽ കാണുന്ന പഴുപ്പിൻ്റെ അളവാണ് അല്ലെങ്കിൽ അംശമാണ്. മൂത്രത്തിൽ പഴുപ്പ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ഭയപ്പെടുകയും ഡോക്ടറുടെ സമ്മതം ഇല്ലാതെ തന്നെ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വാങ്ങി കഴിക്കുന്നതായിട്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ഈ ചെയ്യുന്നത് ശരിയായ രീതിയാണോ എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. പ്രധാനമായും മൂത്രത്തിൽ ഉണ്ടാകുന്ന അണുബാധ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പിൻ്റെ അംശം കൂടുമ്പോൾ അത് കാരണം പനി ഉണ്ടാകുന്നുണ്ടോ, ഇല്ലെങ്കിൽ തുടരെ മൂത്രമൊഴിക്കാൻ തോന്നുന്നുണ്ടോ, മൂത്രമൊഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നുണ്ടോ എന്നീ ലക്ഷണങ്ങൾ കൂടി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുകയും പനി ഉണ്ട്, ആ പനിക്ക് ഉത്തരവാദി മൂത്രത്തിലെ പഴുപ്പാണ് എന്ന് ഉറപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ് പോലുള്ളത് കഴിക്കുന്നത് നല്ലത് തന്നെ. എന്നാൽ മൂത്രത്തിൽ കാണുന്ന എല്ലാ പഴുപ്പിനും ഓരോ തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വാങ്ങിക്കഴിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. പ്രത്യേകിച്ചും SGLT2 ഇൻഹിബിറ്റേഴ്സ് പോലുള്ള മരുന്ന് കഴിക്കുന്നവർക്ക് മരുന്നിൻ്റെ പ്രവർത്തനം ശരിയാകുന്നുവെങ്കിൽ മൂത്രത്തിൽ കൂടെ ഗ്ലൂക്കോസ് പുറത്തു പോകുന്നുണ്ടാവും. മൂത്രത്തിൽ കൂടെ ഗ്ലൂക്കോസ് പുറത്തു പോയി കഴിഞ്ഞാൽ അണുബാധ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുകയും ചെയ്യാം. പക്ഷേ പലപ്പോഴും 70 മുതൽ 80% ആളുകളിലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാതെയാണ് മൂത്രത്തിൽ പഴുപ്പ് കാണുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ധാരാളമായി ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പഠനങ്ങളിൽ മനസ്സിലായത് കാരണം പല വിദേശ രാജ്യങ്ങളിലും മൂത്രത്തിൽ കാണുന്ന പഴുപ്പിൻ്റെ അളവിന് ആൻറ്റിബയോട്ടിക്സ് പോലുള്ള മരുന്നുകൾ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് മാർഗരേഖകളിലും പറയുന്നുണ്ട്. പക്ഷേ പനി ഉണ്ടാകുന്നതിന് കാരണം മൂത്രത്തിലെ അണുബാധയാണ് എന്നും വേറെ പല ബുദ്ധിമുട്ടുകൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ മൂത്രം ഒഴിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മൂത്രം തുടരെ പോകുന്നു എന്നുള്ളൊരു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ അഭിപ്രായത്തോടു കൂടി മരുന്ന് കഴിക്കണം. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് മൂത്രത്തിൽ കൂടെ ഗ്ലൂക്കോസ് പുറത്തു പോകുന്നില്ല എങ്കിൽ ഈ മരുന്ന് പ്രവർത്തിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഈ മരുന്ന് പ്രവർത്തിക്കണമെങ്കിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാത്തൊരു അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ മരുന്ന് പ്രവർത്തിക്കത്തില്ല. കാരണം ഒട്ടും ഗ്ലൂക്കോസ് ബ്ലഡിലില്ല, ഈ മരുന്ന് പ്രവർത്തിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രധാനമായും മൂത്രത്തിൽ 1 or 2 തവണ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത അണുബാധ, അസിംപ്റ്റമാറ്റിക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇങ്ങനെയുള്ളവർ രക്തവും മൂത്രവും പരിശോധിച്ച് കൾച്ചർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും കൾച്ചറിൽ ടെസ്റ്റ് നടത്തി അതിനകത്ത് ഒരു അണുവിനെ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരു പക്ഷേ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കത്തില്ല ഈ അണു കൊണ്ടാണോ പനി ഉണ്ടായത് അല്ലെങ്കിൽ ഈ അണു കൊണ്ടാണോ മൂത്രത്തിൽ പഴുപ്പുണ്ടായത് എന്ന് പലപ്പോഴും ഉറപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പാത്തജനെയും ഒരു കമൻസാലിനെയും നമുക്ക് തരംതിരിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. പോരാഞ്ഞിട്ട് നമ്മുടെ ശരീരം കൂടുതൽ പഠനങ്ങൾ തെളിയിക്കുന്നതും ശാസ്ത്രീയമായ പുതിയ അറിവുകൾ വരുന്നതും പ്രകാരം നമ്മുടെ ശരീരത്ത് ഓരോ ഭാഗങ്ങളിലും പ്രത്യേകതരം അണുക്കളുണ്ട്. അണുബാധയല്ല, അണുക്കളുണ്ട്. ഉദാഹരണത്തിന് അന്നനാളത്തിലും കുടലുകളിലുമുള്ള ഗട്ട് ബാക്ടീരിയ, നമ്മുടെ ലങ്സിലുള്ള ഈവൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള പ്രത്യേകതരം അണുക്കൾ, നമ്മുടെ ത്വക്കിലുള്ള അണുക്കൾ, മൂക്കിലുള്ള അണുക്കൾ എന്ന് വേണ്ട ഓരോ അവയവങ്ങൾക്ക് വേണ്ടി പ്രത്യേക തരത്തിലുള്ള അണുക്കളുണ്ട്. അവ നമുക്ക് ദോഷം ചെയ്യുന്നവയല്ല, അവ നമുക്ക് ഗുണങ്ങൾ ചെയ്യുന്നവയാണ്. പ്രധാനമായും പ്രായം ഒരു 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ഹോർമോൺ വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം വജൈനയിൽ ഉണ്ടാകുന്ന pH-ൻ്റെ വ്യത്യാസത്തിൽ അണുക്കൾ, ഗുണകരമായ അണുക്കൾ മാറി ദോഷകരമായ അണുക്കൾ ഉണ്ടാകുന്നത് കാരണമാണ് അവർക്ക് കൂടുതലായി മൂത്രത്തിൽ പഴുപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരാൾ SGLT2 ഇൻഹിബിറ്റർ എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
അപ്പം അവയ്ക്കെല്ലാം SGLT2 ഇൻഹിബിറ്റേഴ്സ് ആണ് കാരണം എന്ന് നാം വിലയിരുത്തുന്നതിന് മുമ്പ് മറ്റുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് കൂടി നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന മരുന്ന് ഒരു ഡയബറ്റിക് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ മാത്രമായിരിക്കത്തില്ല പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഹൃദ്രോഗത്തെ മുന്നോട്ട് പോകുന്നത് തടയാനും കിഡ്നി രോഗം മുന്നോട്ട് പോകുന്നത് തടയാനും ഒക്കെ വളരെ ഫലപ്രദമാണ് ഈ SGLT2 ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായും ഞാൻ പറഞ്ഞത് കിഡ്നിയുടെ പ്രവർത്തനം, SGLT2 ഇൻഹിബിറ്റർ എന്ന് പറയുന്ന മരുന്നുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഇത് കാരണമുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ, അവയിൽ പ്രധാനപ്പെട്ട മൂത്രത്തിലെ അണുബാധ, എല്ലാ അണുബാധകൾക്കും ട്രീറ്റ്മെൻറ്റ്, ആൻറ്റിബയോട്ടിക് അടങ്ങിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യകതയില്ല എന്നും ഈ ആവശ്യകത വരുന്നവയെ അത് വ്യക്തമായ രീതിയിൽ തന്നെ ഒരു ഡോക്ടറുടെ അഭിപ്രായത്തോടു കൂടി ചികിത്സിക്കണമെന്നും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായാൽ കുറച്ച് ദിവസത്തേക്ക് ഈ മരുന്നുകൾ നിർത്തിവെക്കുകയും അതിനുശേഷം വീണ്ടും തുടങ്ങുകയും ചെയ്യുന്ന ഒരു രീതി അവലംബിക്കുന്നതാണ് നല്ലത്. ഈ പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.